ഓക്കെ. ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡ്യൂട്ടി ഉണ്ടല്ലോ, അത് ഡോക്ടർമാർ ബഹിഷ്കരിക്കുമെന്നാണ് പറയുന്നത്. പേടിയാവുന്നു. അല്ല മാം, ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ് മാം. അത് വളരെ നിസ്സാരമായിട്ടാണ് മാം അത് പറയുന്നത്. പേടിയാവുന്നടാ, ഡോക്ടർമാർ ബഹിഷ്കരിക്കും. അല്ല, അത്രയും വലിയ തിരുനാവായിൽ ഒരു വലിയ നമ്മുടെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ സംഗമം നടന്നു, മഹാമാസം നടന്നു നിലാ നദിയിലെടുത്ത്. ഏത് KGMO വന്നു? എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടായോ? അതൊക്കെ ഈശ്വരൻ നോക്കിക്കോളും, ഭഗവതി നോക്കിക്കോളും. അതിനൊന്നും ഒരു പ്രശ്നമില്ല. നമ്മളുടെ എത്രയോ ഡോക്ടർമാർ സദാ സന്നദ്ധരായിട്ട് അവിടെ ടെൻ്റൊക്കെ കെട്ടിയിട്ട് സുഖമായിട്ട് അവിടെ ഇരിക്കണം. KGMOയുടെ ആവശ്യം എന്താ? അവിടെ ആറ്റുകാൽ പൊങ്കയിൽ കഴിഞ്ഞ കൊല്ലം എത്ര പ്രശ്നങ്ങളുണ്ടായി? കൂടിപ്പോയ വെയിലിൽ ചൂടേറ്റിട്ട് ഒരാൾക്ക് എന്തെങ്കിലും വരും, അത് ഇത്തിരി അടുത്തിരിക്കുന്ന ആൾ തന്നെ ഇത്തിരി വെള്ളം കൊടുക്കും, അത്ര തന്നെയുള്ളൂ. ഭഗവത് സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന കാര്യമാണ്. ഇനി പ്രജിത പറയാനുള്ളൂ പറഞ്ഞോളൂ. വന്നു പോയി, അതുകൊണ്ടാട്ടോ. അത് കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്നത്, ഇത്രയും പ്രധാനപ്പെട്ട ഒരു ആഘോഷം നടക്കുമ്പോൾ ഇവരിത് ബഹിഷ്കരിക്കുമെന്നാണ് പറയുന്നത്. ബ്ലാക്ക് മെയിലിംഗ് ആണ്. എന്തിനാണ് അത് പറയുന്നതിന്റെ പ്രധാന കാരണം അറിയാലോ. തിരുവനന്തപുരം നഗരസഭ ഇപ്പോൾ BJP ഭരിക്കുന്ന അവസരത്തിൽ ലോകം, ഇന്ത്യ മുഴുവനും ലോകത്തിലെ ജനങ്ങളും കൂടെ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് അഹമ്മദാബാദിൽ പോയപ്പോൾ ആൾക്കാർ വന്ന് എനിക്ക് കൺഗ്രാലേഷൻ തരിക. ഞാൻ ചോദിച്ചു, ഞാൻ ആശാനാഥാണോ എന്ന്. കൺഗ്രാലേഷൻസ് മോനൊന്നും കിട്ടിയിട്ടില്ല, ഞാനൊരു അമ്മുമ്മയായിട്ടില്ല. അപ്പോൾ അവർ ട്രിവാൻഡ്രം അപ്നി ജീത് ഗയാനാ, ആപ്പിനെ ജീത് ഗയാന്നാണ് പറഞ്ഞു. കൺഗ്രാലേഷൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനൊരു അവസ്ഥയിൽ അതും കൂടെ നമ്മളിത് ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. വേറെ എവിടെയുമല്ല. ആദ്യമായിട്ട് ഒരു കോർപ്പറേഷൻ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജേഷ് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, നമ്മളിത് വളരെ നന്നായി നമുക്ക് ഇപ്പോഴേ തന്നെ അതിൻ്റെ കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ വന്നില്ലെങ്കിൽ എന്താണേ അതൊന്ന് പറയട്ടെ തെളിച്ച്. 100 കണക്കിന് ഡോക്ടർമാർ ലോകത്തു നിന്നുള്ള എല്ലാ ഭാഗങ്ങളിൽ നിന്നും അവിടെ വന്നു ചേരും. ആറ്റുകാൽ പൊങ്കാല ഇടാൻ വരുന്ന സ്ത്രീകൾക്ക് ഓരോ അസൗകര്യവും ശാരീരികമായി ഉണ്ടാവാണ്ടിരിക്കാനും, ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ അഡ്രസ്സ് ചെയ്യാനായിട്ട് 100 കണക്കിന് ഡോക്ടർമാർ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. ഒന്ന് പറയൂ, തെളിച്ച് പറയൂ, KGMOയെ ഞങ്ങൾ ചെയ്യുമോ ഇല്ലയോ എന്ന് പറയൂ. നമുക്കറിയാമല്ലോ, നെടുമങ്ങാട് ആ ജില്ലാ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന വിഷയം. ഡോക്ടർമാരുടെ വായിന്ന് വരാൻ പാടാത്ത കാര്യമാണത്. അത് വേറെ കാര്യം, അതങ്ങോട്ട് മാറ്റി വെക്കൂ. എനിക്ക് ശരിയാണ് വരുന്നത്. ഞാനും ഒരു സീനിയർ ഡോക്ടറുടെ മകളാണ്. അമ്മയ്ക്ക് 93 വയസ്സായി. ഇപ്പോൾ ആ കാലത്തൊന്നും ഇങ്ങനെയൊന്നും ആലോചിക്കുകയും കൂടി ഇല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, അമ്മ ഞാൻ നോക്കുമ്പോൾ ചിലപ്പോഴേക്കും ഇങ്ങനെ മിൽസൺ ബൂൺ വായിക്കണതാണ്. അപ്പം ഞാൻ അമ്മ ഇത്ര ഹൈലി ക്വാളിഫൈഡ്, ആ സമയത്ത് MD DGO ആണ് കേട്ടോ, 62 കാലഘട്ടത്തിൽ 1900. ഇത്രയും സിമ്പിളായിട്ടുള്ള മിൽസൺ മഞ്ഞ റൊമാൻറ്റിക് സ്റ്റോറി അല്ലേ. അപ്പോൾ എനിക്ക് ഇത്തിരി ബോധം വെച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ വൈ ആർ യു റീഡിങ് മിൽസൺ ബോൺ? അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് മൈൻഡ് ഒട്ടും അപ്ലൈ ഉണ്ടാവും. ഒരു 5-6 ലൈൻ പോയാലും 2-3 പേജ് പോയാലും കുഴപ്പമൊന്നുമില്ല. ഇറ്റ്സ് പഴയ ഞങ്ങളുടെയൊക്കെ കോളേജ് ടൈമിൽ റൊമാൻറ്റിക് സ്റ്റോറീസാണ് ഇംഗ്ലീഷ്. അമ്മ കുറച്ച് ബോംബെ പഠിച്ചാൽ ഇംഗ്ലീഷാണ് നമുക്ക് കുറച്ചുകൂടെ ഫ്ലുവൻറ്റ്. അപ്പം എന്താണ്, ഒരു സ്ത്രീക്ക് പ്രസവ വേദന തുടങ്ങിയെന്ന് അറിഞ്ഞാൽ അമ്മ അവരുടെ അടുത്ത് കൈയും പിടിച്ചിരിക്കും. അപ്പം അത് എന്തൊരു സാമീപ്യത്തിൻ്റെ ഒരു ഇതാണ് പറഞ്ഞത്. നമുക്കൊരു വിശ്വാസമാണ്. അപ്പം ഇങ്ങനെ വെറുതെ. അപ്പോൾ ആ സമയത്ത് അമ്മ ഇതിന്ന് കണ്ണുപോയാലും പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മിൽസൺ ബൂണല്ലേ, പ്രത്യേകിച്ച് കുഴപ്പമില്ല, എത്ര മണിക്കൂർ ഇരിക്കണം എന്നറിയില്ല. ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ ഒന്ന് കൊതിച്ചു പോയിട്ടുണ്ട് കേട്ടോ ആ ഡോക്ടറിൻ്റെ വയറ്റിലൊന്ന് കൈവച്ച് നോക്കാനായിട്ട്. നോക്കിയിട്ടില്ല, എല്ലാം സ്കാനിങ്ങും അതും ഇതും കൂടെ. കാരണം അമ്മയൊക്കെ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഷേപ്പിലൊരു അലൂമിനിയത്തിൻ്റെ സാധനമുണ്ട്, അത് ഗർഭിണിയുടെ വയറ്റിൽ വെച്ച് ചെവി ഇങ്ങനെ വെച്ചൊക്കെയാണ് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് കാര്യങ്ങളൊക്കെ. പക്ഷെ ഡോക്ടർ എപ്പോഴും ഉണ്ട്. ഇതങ്ങനെയൊന്നും ഇല്ലല്ലോ, നമ്മളൊരു മെക്കാനിക്കൽ ലൈഫിലാണ്. സ്കാൻ ചെയ്യുക, കൊണ്ടുവരിക, അങ്ങനെ ഇങ്ങനെ കാര്യം കഴിഞ്ഞു. ഒന്നും എന്നെ തൊട്ടിരുന്നെങ്കിൽ ഞാനൊന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ട് കേട്ടോ. അതുപോലെ മറ്റൊരു കാര്യം, പഴയ ഡോക്ടർമാർക്കൊക്കെ ഉണ്ടല്ലോ, മരണസമയം പോലും അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ കണ്ടിട്ടുണ്ട്, അമ്മ ഉൾപ്പെടെയുള്ള അമ്മയുടെ കൊളീഗ്സ്. നമുക്ക് ഇതിൽ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇത് RSSന്റെ കാര്യം. RSS ആണ് മഹാമാഗത്തിൽ ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അതിലേക്ക് കുറച്ച് അമ്മയുടെ കാര്യം പറഞ്ഞിട്ട് അതിന് RSSലേക്ക് അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അവിടെ നിന്ന് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടെ, അമ്മ ഡോക്ടർ ആയിരുന്നു എന്ന് പറഞ്ഞ ആ വിഷയം പറഞ്ഞിട്ട് RSSലേക്ക് പറഞ്ഞു. അപ്പൊ അത് കണക്റ്റഡ് ആയിട്ട് ഇങ്ങോട്ട് വരും. അത് അവിടെ ഒന്നും വേണ്ട, കൈ പിടിച്ചിരിക്കാന്നൊന്നും പറയാം, പറയണ്ട.
പ്രജിത്, ഇപ്പം എൻ്റെ അമ്മ ഡോക്ടറാണ്, ഒരു ഓൾഡ് സ്കൂൾ ഡോക്ടറാണെന്ന് പറയും. ഇപ്പോഴത്തെ ഡോക്ടർമാർക്ക് പേഷ്യൻസിനെ ഒന്നും തൊടുന്നത് ഇഷ്ടമല്ല കേട്ടോ. സാനിറ്റൈസറൊക്കെ വന്ന് വേണോ എന്താണെന്ന് അറിയില്ല. അവരൊക്കെ രോഗികളുടെ കൈയും പിടിച്ച് പ്രസവേദന തുടങ്ങിയാൽ കൂടെ ഇരിക്കും. എത്ര മണിക്കൂറാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള ഡോക്ടർമാർ കണ്ട് പരിചയിച്ച നമുക്ക് ഇവരുടെയൊക്കെ ഈ അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. മഹാമാഘത്തിൻ്റെ സമയത്ത് RSS ആണ് മുമ്പിൽ നിന്ന് ചെയ്തത്. എന്തെങ്കിലും സംഭവിച്ചുണ്ടെങ്കിൽ തന്നെ നൂറുകണക്കിന് നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർമാർ അവിടെ ഉണ്ട്. നമുക്ക് KGMO അല്ല ഒരു MOAയുടെയും ആവശ്യമില്ല. RSS എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സംഘടനയാണ്. അതെ, അതിനെ വെല്ലാൻ സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള അവിടെ മറ്റൊരു സംഘടനയ്ക്ക് പറ്റില്ല. പ്രൊഫഷണൽ സെല്ല് ഉണ്ട്, ഡോക്ടർമാർ തന്നെ അവർ വിചാരിച്ചാലും എത്തില്ലേ. പിന്നെ എല്ലാത്തിൻ്റെയും സ്പെഷ്യലിസ്റ്റുകളുടെ സംഘടനയുണ്ട്, RSSന്റെ താഴെ തന്നെ ഉണ്ട്. മാത്രമല്ല KGMO എന്നൊക്കെ പറയുന്നത് അവരിൽ തന്നെ എത്ര പേര് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, ആറ്റുകാലമ്മയ്ക്ക് ഒരു നിവേദ്യമായിട്ട് ഞങ്ങൾ അവിടെ പോയി ഇരിക്കാൻ ഞങ്ങൾക്കൊരു ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന എത്രയോ ഗവൺമെൻറ് ഡോക്ടർമാരെ വേണം പ്രജിതയ്ക്ക്. ഇവരിങ്ങനെ വെറുതെ പറയുന്നു, അത്രേ ഉള്ളൂ. ഇവർ എന്താ പ്രജിത, ഒരു ഡോക്ടർ എന്താണ് ഇപ്പോൾ ഒരു സ്ത്രീയുടെ ഇതിൽ കത്രിക വെച്ചല്ലോ, ഞാൻ പേര് പറയുന്നില്ല, ഇപ്പം അമൃതയിലാണ് എന്താണ് പറയാമോ എന്നറിയില്ല, അതുകൊണ്ടാണ്. അപ്പം അമൃതയിൽ അവരുടെ ഇത് കഴിഞ്ഞു. ആ ഡോക്ടർ ലളിതാംബിക പറയുകയാണ് എത്ര കൊല്ലം ഇരുന്നാലും ഒന്നും സംഭവിക്കില്ല എന്ന്. ഇന്ന് രാവിലെ എൻ്റെ വീട്ടിലൊരു ഡോക്ടർ വന്ന്, ഈസ് എ വെരി പ്രോമിനൻറ്റ് ന്യൂറോ സർജൻ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഡോക്ടർ ജിജി, പേര് പറയാം, രാജഗിരിയിലെ മെഡിക്കൽ ഡയറക്ടറാണ്, ഡോക്ടർ ജിജി ഇങ്ങനെ ഇതൊക്കെ തലയിലുമൊക്കെ വെച്ച് ആക്കിയ കുഴപ്പമില്ല അല്ലേ? ഹി വാസ് ലാഫിങ്. അല്ല, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് സ്റ്റീലിനൊന്നും പറ്റില്ല, പക്ഷേ അവയവങ്ങൾ മുറിഞ്ഞു പോവില്ലേ? അപ്പം അദ്ദേഹം പറയും, ദിസ് ഈസ് വാട്ട് വി നീഡ്. നമ്മൾ ആൾക്കാരുടെ കൈ ചേർത്ത് പിടിക്കണം. ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് പറ്റി എന്നോട് ക്ഷമിക്കണമെന്ന് കാൽക്കൽ തൊട്ട്, മനുഷ്യരാണ് എല്ലാവരും അല്ലേ, ദൈവങ്ങളല്ല, പറയണം. പക്ഷെ നാക്കിൽ എന്ത് വരുന്നു എന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇല്ലേ? ആ ലേഡി ഡോക്ടർ എന്താ പറഞ്ഞത്, ഒന്നും കുഴപ്പമൊന്നുമില്ല, എത്ര കൊല്ലം വേണമെങ്കിലും അവിടെ കിടന്നോട്ടെ. അവർക്കെതിരെ ആക്ഷൻ എടുത്തിരിക്കുന്നു. ആക്ച്വലി കത്തിര അവിടെ മറന്നിട്ട് പോയ ഡോക്ടറിനെതിരെ യാതൊരു കംപ്ലൈൻറ്റും ഇല്ല, കേസും എടുത്തിട്ടില്ല. അതിലെ സാങ്കത്യം എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പ്രതിത മനസ്സിലാവുന്നില്ല. ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനെതിരെ കേസ്, സർജറി ചെയ്ത ഡോക്ടർ നഴ്സിനോട് ചോദിച്ചു എന്ന്, ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു എന്ന്. അവർക്ക് നോക്കാമല്ലോ, കണ്ണു വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന്, വയറ്റിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർക്കും കൂടെ ഒന്ന് നോക്കാമല്ലോ. അതെ. അപ്പോൾ ഈ പറയുന്ന സംഘടനയുണ്ടല്ലോ, ഇത് സുഡാപ്പികളുടെ സംഘടനയാണ് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ്. കാരണം ഇപ്പോഴത്തെ പല കാര്യങ്ങളും സുഡാപ്പി എന്ന് പറഞ്ഞാൽ മറ്റേ ഇവർ ഇസ്ലാമിസ്റ്റ്, അത് എനിക്ക് പറയുന്നത്, ഞാൻ പേടിച്ചിട്ട് പറയുന്നത്, ഈ ഡോക്ടർ കേസെടുക്കാത്ത ഡോക്ടർ മുസ്ലിമാണ്, ലളിതാംബിക ഹിന്ദു അല്ലേ, പക്ഷെ പറയാതിരുന്നതാണ്. അവർ ശരിക്കും ചെയ്ത ഡോക്ടർ മുസ്ലിമാണ്. അതെ. അപ്പോൾ നമുക്ക് ഇത് മറ്റേ ഇതിലേക്ക് കൊണ്ടുവരണം, അതുകൊണ്ടാണ്. വേണമെങ്കിൽ ആ ഡോക്ടർ ജിജിയുടെയൊക്കെ കട്ട് ചെയ്തേക്കട്ടോ, പേര് പറഞ്ഞിട്ട് പറയണ്ട. അത് ഞാൻ ഒന്നും കൂടെ നമുക്ക് അവിടെ നിന്ന് ഒന്നും കൂടെ പറഞ്ഞുതരാം പ്ലീസ്. ഇപ്പം ഇപ്പം ആ ജിജി എന്നുള്ള പേര് അതൊന്ന് പറഞ്ഞുതരാം, പറയട്ടെ. പ്രജിത, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഡോക്ടർമാരോട് ഞാൻ സംസാരിച്ചു. ഇങ്ങനെ ഈ എന്തായാലും ഒരു മെറ്റൽ പീസാണ്, ഷാർപ്പ് എഡ്ജ് ഉണ്ട്, അങ്ങനെ വയറ്റിലൊക്കെ വെച്ചിട്ട് പോകുകയാണെങ്കിലും വല്ല പ്രശ്നമുണ്ടോ? ഇപ്പോൾ ഡോക്ടർ ലളിതാംബിക പറയുന്നുണ്ട് 50 കൊല്ലം കിടന്നാലും ഒന്നും സംഭവിക്കില്ല എന്ന്. പക്ഷേ ഈ രോഗിക്ക് എന്തുമാത്രം മരണവേദനയായിരുന്നു അല്ലേ? അവസാനം പറഞ്ഞ മൂത്രത്തിൽ കല്ലാണെന്ന് വരെ ഇവർ കണ്ടുപിടിച്ചു, അതുകൊണ്ടാണ് വേദന എന്ന്. ഈ കത്തിര കൊണ്ട് എന്തൊക്കെ ഭാഗങ്ങൾ മുറിക്കപ്പെടാം. ഒരു ഷാർപ്പ് ഒബ്ജക്റ്റിലേക്ക് കിടക്കുന്ന ഒരു കുപ്പിച്ചില് വെച്ച് തുന്നിക്കെട്ടി വെച്ചു. ഒരു ആളുടെ കയ്യിൽ നിന്ന് രാവിലെ കൂടെ ഞാൻ കാണിങ്ങനെ വളഞ്ഞിരിക്കണം, അത് ശരിയായിക്കോളുമെന്ന്. സ്വന്തം മകൻ്റെ കൈയാണ് ഇങ്ങനെ വളഞ്ഞിരിക്കണമെങ്കിൽ ശരിയായിക്കൊള്ളുമെന്ന് ഈ ഡോക്ടർമാർക്ക് പറയാൻ പറ്റുമോ? സ്വന്തം അമ്മയുടെയോ മകൻ്റെയോ അച്ഛൻ്റെയോ മേത്താണ് കത്തിര വെച്ച് തിരിച്ച് കുത്തിക്കയറ്റി വെച്ചിരുന്നെങ്കിൽ 50 കൊല്ലം അവിടെ ഇരുന്നാലും കുഴപ്പമില്ല എന്ന് ഇവർ പറയുമോ? അപ്പം ഇവരുടെ മനസാക്ഷി എവിടെ പോയി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു ഓൾഡ് സ്കൂൾ ഡോക്ടറുടെ മകളെന്ന നിലയിൽ, അമ്മ കാണിച്ചിരുന്ന സ്നേഹവും ബഹുമാനവും കണ്ടു വളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്നത്തെ ഡോക്ടർമാർ എങ്ങനെയാണ് രോഗികളെ കാണുന്നത്? പൈസ കിട്ടാനുള്ള ഒരു ഉപകരണം മാത്രമാണോ രോഗി എന്ന് പോലും ഞാനിവിടെ ചിന്തിച്ചു പോകും. അത് മാത്രമാണ് ഇപ്പോഴത്തെ ഈ സംഘടനയിലൊക്കെ ഈ സുഡാപ്പികൾ കയറി കൂടിയിട്ടുണ്ട് എന്ന് നമുക്ക് ചിന്തിച്ചാൽ തെറ്റ് പറയാൻ പറ്റും. കാരണം ഇപ്പോഴുള്ള ഈ ഒരു തീരുമാനം പോലും നമുക്കറിയാം, ഒരു ഇത്രയും വലിയൊരു ആഘോഷമാണ്, അത് ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ആഘോഷം നടക്കുമ്പോൾ ഇവർക്ക് OP ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത് പോലും നമുക്ക് യോജിക്കാൻ പറ്റാത്തതാണ്. ഒരിക്കലും ഒരു ഡോക്ടറുടെ എത്തിക്സിന് ചേരുന്നതല്ല ആ പ്രവൃത്തി പോലും.
പക്ഷേ ഇത്രയും വലിയൊരു ആഘോഷം നടക്കുന്നു, അതിനിടയിലേക്ക് ഈ ഒരു വിഷയം കൂടി അതിലേക്ക് കുത്തി തിരികെ കയറ്റുന്നത് പോലെയല്ലേ? അതായത് ആ ഒരു ആഘോഷത്തിനിടയിൽ അല്ലെങ്കിൽ ആ ഒരു ഭക്തി നിർഭരമായിട്ടുള്ള ആ വേളയിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്നവിടെ അവർക്ക് എന്തോ സംഭവിച്ചോട്ടെ എന്ന് പറയുന്നതല്ലേ? അർത്ഥത്തിലാണ് കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഗവൺമെന്റ് കോളേജിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ ആരോഗ്യം കളയല്ലേ, പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആരോഗ്യം സംരക്ഷിക്കൂ എന്നൊരർത്ഥത്തിൽ നമുക്ക് എടുക്കാം. കാരണം ഇവർക്ക് തന്നെ അറിയാം ഗവൺമെന്റ് കോളേജിൽ യാതൊരു ഫെസിലിറ്റിയും ഇല്ല. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ ആ ജീവൻ രക്ഷപ്പെടുന്ന. ഇന്നലെ ഞാൻ ഇപ്പം പ്രജിത പറഞ്ഞതിനോട് എനിക്ക് കറക്റ്റായിട്ട് കൃത്യമായിട്ട് അങ്ങനെ ഒരു സുഡാപ്പി ആസ്പെക്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു ജീവൻ രക്ഷിക്കേണ്ട ഒരു ഡോക്ടറും അങ്ങനെ ചെയ്യരുത് എന്ന് പറയാനാണ് ഞാൻ. മതങ്ങൾക്ക് അതീതമായി ചിന്തിക്കണം, എല്ലാവരെയും ആരോഗ്യം എൻ്റെ കയ്യിലാണ് എന്നുള്ളൊരു ചിന്തയോടെ പ്രവർത്തിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പ്രവർത്തിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഇതിലേക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയും ഉണ്ടാകാം, പക്ഷെ അതിൽ ഞാൻ കൃത്യമായിട്ടൊരു ഇതിന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ പറയുന്ന പോലെ മാം പറഞ്ഞല്ലോ, കുറച്ച് മുമ്പ് പറഞ്ഞു മഹാമാഘം നടത്തി, അവിടേക്ക് ഒരു മന്ത്രി വന്നില്ല, മറ്റ് ഒരു നേതാവും വന്നില്ല, എന്തെങ്കിലും പറ്റുമോ? ഒന്നും സംഭവിച്ചില്ല. പോണേന് ഞാൻ 2-3 മിനിറ്റ് കണ്ടു. ആദ്യം 3 ജീപ്പ്, പിന്നെ അവരുടെ കാറ്, പിന്നെ അതിൻ്റെ മുമ്പിൽ വേറെ കാറ്, പുറകിൽ വേറെ കാറ്, പുറകിൽ കുറേ ജീപ്പ്. ഇതൊക്കെ പൊതുജനത്തിന് ബുദ്ധിമുട്ടാണേ. മന്ത്രി വരണ്ട. ഇപ്പോൾ വീണ മാഡം എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? എന്നെ DYFIക്കാർ നോക്കിക്കോളൂ, എനിക്ക് പോലീസ് സപ്പോർട്ട് വേണ്ട. ആര് കൊടുത്തു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ്റെ ചാർജ് DYFIക്കാരുടെ കയ്യിൽ? താങ്കളും കേട്ടിട്ടുണ്ടാവുമല്ലോ ടി വിയിൽ. ഞാൻ ഇറങ്ങി നടക്കും, എനിക്ക് യാതൊരു പോലീസ് പ്രൊട്ടക്ഷനും വേണ്ട, എന്നെ എൻ്റെ പാർട്ടി നോക്കിക്കോളും. ഞാൻ അതിനെയാണ് DYFI എന്നുള്ള ഇതിൽ പറഞ്ഞത്. അങ്ങനെയാണ് ഒരു നമ്മളുടെ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രി പറയേണ്ടത്? എൻ്റെ പാർട്ടി ലോ ആൻഡ് ഓർഡർ കയ്യിലെടുക്കുന്നത്. അതല്ലേ ഇപ്പോൾ ഇവിടെ കാണുന്നത്. എങ്ങനെ കേരളം നന്നായിട്ട് പോകും? ഈ വീണ ജോർജിന് ഇപ്പോൾ എല്ലാം ഓർഡർ ഇടാൻ മാത്രമേ സമയമുള്ളൂ. ഓരോന്ന് ഓർഡർ, അന്വേഷണത്തിന് ഒരാളും മരിച്ചു കഴിഞ്ഞാൽ അന്വേഷണത്തിന് ഓർഡർ ഇട്ട് എന്താ കാര്യം? ഇന്നലെ ഞാൻ കാണുന്ന കൊച്ചു കുഞ്ഞ്, 2 മാസമേ ഉള്ളൂ, ആ കുഞ്ഞിൻ്റെ അച്ഛൻ കിടന്ന് കരയാണ്. അതിനെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ കൂടുതൽ എന്തോ ആയെന്ന് തോന്നുന്നു അതിൻ്റെ ഇത്. അത് ആ കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ വേറൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആംബുലൻസിൽ കയറാൻ പോലും പേരൻസിനെ സമ്മതിക്കുന്നില്ല. അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബ്രോട്ട് ഡെഡ് എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായി? കൊച്ചു കുഞ്ഞ്, 2 വയസ്സേ ഉള്ളൂ ആ കുഞ്ഞിന്. ഇതൊക്കെ എങ്ങനെ ഒരു അച്ഛനമ്മമാർക്ക് സഹിക്കാൻ പറ്റും? അല്ലെങ്കിൽ സ്വന്തം അമ്മയുടെ സ്വന്തക്കാരെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ? നമുക്ക് ആർക്കും എൻ്റെ ആരുമല്ല, ഈ പറഞ്ഞ ആരും എൻ്റെ ആരുമല്ല, പക്ഷേ അവരൊക്കെ എന്തോ ആയി മാറിയിരിക്കുന്നു, ഇവരുടെ വീഴ്ച കാരണം സഹിക്കുന്ന. എന്നിട്ട് മന്ത്രി പറയാണ് ലക്ഷക്കണക്കിന് ചെയ്യുമ്പോൾ 1-2 വരികയാണെങ്കിൽ ഇത്ര വലിയ കാര്യം പറയാനുണ്ടോ? 100 കണക്കിന് കുട്ടികളില്ലേ? ഒരു മന്ത്രിക്ക് 1-2 കുട്ടികളുണ്ടാവും. ആ കുട്ടികൾക്കാണ് എന്തെങ്കിലും സംഭവിക്കുന്നത്, മന്ത്രി അമ്മയുടെ അമ്മ മനസ്സ് തപിക്കുമോ? അത് 10,000 കുട്ടികളിൽ ഒന്നല്ല എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോള്, കുഴപ്പമില്ല എന്ന് വിചാരിക്കുമോ? അത്രയും വിശാല മനസ്സ് കാണിക്കുമോ? നമുക്ക് വരുമ്പോഴേ നമ്മൾ അതിൻ്റെ വേദന അറിയുന്നുള്ളൂ. ആ ഒരു മനസ്സ് മന്ത്രിയമ്മയ്ക്കില്ല. ഒരു വാക്കിൽ സോറി, ഐ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി, ഐ മേക്ക് ഷുവർ ദാറ്റ് ഇങ്ങനൊരു കാര്യം സംഭവിക്കില്ല, ഇനി ഉണ്ടാകാതിരിക്കാൻ മാക്സിമം പരിശ്രമിക്കുന്നു മാത്രം പറഞ്ഞാൽ മതി. കാരണം മന്ത്രിയല്ല ഓപ്പറേഷൻ ചെയ്യുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബോധം നമ്മളുടെ സാക്ഷര കേരളത്തിനുണ്ട്. പക്ഷേ ഞാൻ എല്ലാ സ്ഥലത്തും നഴ്സുമാരുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിക്കാം, എല്ലാ സ്ഥലത്തും സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഉണ്ടോ എന്ന് ഞാൻ തീരുമാനിക്കാം, ഉള്ള വേക്കൻസികൾ ഞാൻ ക്ലിയർ ചെയ്യാം, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ അപ്പോയിൻറ്റ് ചെയ്യാം. ഇന്നൊന്നും ഈ മന്ത്രിയമ്മയുടെ വായിന്ന് വീഴുന്നില്ലല്ലോ. ഈ മന്ത്രി തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു സംഘടന ഇറക്കുമ്പോൾ അതിനെതിരെ ഈ ഒരു മന്ത്രിസഭയോ മന്ത്രിയോ ഒന്നും പ്രതികരിക്കുന്നില്ല. കാരണം അവർക്കറിയാമല്ലോ ഇതുപോലൊരു ആഘോഷമാണ്, ഇതെല്ലാ വർഷവും മുറ പോലെ നടന്നു വരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതിനെതിരെ എന്നാൽ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ സംസാരിച്ച് തീരുമാനിക്കുക. ഇത്തരത്തിലുള്ളൊരു സന്ദർഭം ഉണ്ടാകുമ്പോൾ അവിടെ നിങ്ങൾ ഉണ്ടാകണമെന്ന് പറയാനും ഈ ഒരു രാഷ്ട്രീയ ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു LDFന്റെ മന്ത്രിയാണ്. സോ യു കനോട്ട് എക്സ്പെക്റ്റ്, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ദൈവത്തിൻ്റെ ഒരു കാര്യത്തിന്. അവർ വേണമെങ്കിൽ കളിയാക്കിയും പറയും ദൈവം നോക്കിക്കോളുമല്ലോ, പിന്നെന്താ, നിങ്ങൾക്ക് ദൈവവിശ്വാസികളല്ലേ, ദൈവം നിങ്ങളുടെ ആരോഗ്യം നോക്കിക്കോളുമല്ലോ എന്നവർ പറഞ്ഞില്ലല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. അവരത് പറയാനും കേപ്പബിളാണ്. നിങ്ങൾ വലിയ ദൈവവിശ്വാസികളല്ലേ, നമ്മൾ പറയുമല്ലോ ഈശ്വര രക്ഷിക്കണേ, താൻ പാതി ദൈവം പാതി എന്നാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചോളം ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തിയില്ല. അപ്പോൾ അവർ ദൈവം പിന്നെ എന്തിനാണ്
ദൈവം നോക്കിക്കോളും നിങ്ങളുടെ കാര്യം. നിങ്ങൾക്ക് അവിടെ വന്ന് ഇത്രയും ബുദ്ധിമുട്ടി നിങ്ങൾ അവിടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുമ്പോൾ നിങ്ങൾക്ക് യാതൊരു ആരോഗ്യ പ്രശ്നമില്ലാണ്ട് ദൈവം നോക്കിക്കോളും എന്നവർ പരിഹസിക്കുന്നില്ലല്ലോ. മാത്രമല്ല പ്രജിത, ഇപ്പോൾ ഗവൺമെൻറ് ഡോക്ടേഴ്സ് ഫ്രസ്ട്രേറ്റഡ് ആണ്. നമ്മൾ തന്നെ കാണുന്നുണ്ട്, അവരുടെ സംഘടനയിൽപ്പെട്ട ഒരു ഡോക്ടറാണ് ആദ്യമായി വന്ന് അതിന് തിരികൊളുത്തിയത്. ഒരു എക്യുപ്മെൻസും അവിടെയില്ല. അവിടെയുള്ള കാര്യങ്ങൾക്കൊക്കെ പുറത്ത് രോഗികളെ കൊണ്ട് പൈസ കൊടുത്ത് അദ്ദേഹം മേടിപ്പിക്കുകയാണ്. ഇന്നലെ സാന്ദർഭികമായിട്ട് പറയാണ്, എന്നെ ഒരാൾ വിളിച്ചു, കോട്ടയം മെഡിക്കൽ കോളേജിൽ BPL കാർഡ് ഹോൾഡറാണ്, ഹാർട്ട് സർജറി 1,30,000 രൂപ, സർജറിയുടെ 40,000 രൂപ വേവ് ചെയ്യാം, പക്ഷേ മെഡിസിൻസ് നിങ്ങൾ മേടിച്ച് തരണം, 90,000 റുപ്പീസ്. അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മാഡം എങ്ങനെയെങ്കിലും എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ചു തരുമോ? അപ്പോൾ ഈ ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നത്? അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് പ്രഖ്യാപിച്ചു, പക്ഷേ അതിദരിദ്രത്തിൽ പെടുന്നതല്ലേ ചികിത്സാ ചെലവ് ആര് കൊടുക്കും? ഇദ്ദേഹം മിനിറ്റിന് മയോ ക്ലിനിക്കിൽ പോകുന്നുണ്ടല്ലോ. മന്ത്രി അമ്മയും എവിടെയൊന്നും പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ പ്രജിത, നമ്മൾ പറയുന്നതിൻ്റെ പുറകിൽ ഒരു അജണ്ടയില്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ അജണ്ടയല്ല, പ്രത്യേകിച്ചുള്ള ആൾക്കാരുടെ അജണ്ടയല്ല. ഇത് ഒരു വി ഡോണ്ട് കെയർ എന്നായിട്ട് മാറിയിരിക്കുന്നു. എന്ത് ചെയ്താലും ഞങ്ങളത് കുറച്ച് പരസ്യം കൊണ്ട് മറയ്ക്കും. ഇപ്പം എന്തൊക്കെയാണ് പരസ്യത്തിൽ വരുന്നത്? അങ്ങനെയാണ് അത് ഞാൻ വിചാരിക്കുന്നുള്ളൂ. വീൽ ഗോ ടു എനി എക്സ്റ്റെൻഡ് ആൻഡ് ഡു വാട്ട് എവർ വി വോണ്ട്, പക്ഷേ അതൊക്കെ ഞങ്ങൾ PR ഏജൻസിയെ കൊണ്ട് പരിഹരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മന്ത്രിയമ്മേ, ഞങ്ങളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ആ രാജിക്കത്ത് ഒന്ന് എഴുതി കൊടുക്കും, ഞങ്ങൾ ജീവിച്ചോട്ടെ. നിങ്ങളുടെ മുഖം വന്ന് TV വന്ന് നിന്ന് ഒരുതരം ധാർഷ്ട്യത്തോടെ പറയുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അവിടെ മരിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ്. അവിടെ ടേബിളിൽ ഓരോ ബുദ്ധിമുട്ടുകളുമായിട്ട് കിടക്കുന്നത് ഞങ്ങളുടെ അമ്മയും പെങ്ങന്മാരും സഹോദരന്മാരാണ്. മറ്റേ കോഴിക്കോട് ഒരു ലേഡിയുടെ കാര്യം കൂടെ പറഞ്ഞോട്ടെ. 2 ലക്ഷം രൂപ അവരനുഭവിച്ച മനപ്രയാസത്തിന് വേണ്ടി കൊടുത്തിരുന്നു. വാട്ട് നോൺസെൻസ്! ഇതിനെക്കാട്ടിലും കൂടുതൽ ഇൻസൾട്ട് ചെയ്യാൻ പറ്റില്ലേ? 20 ലക്ഷം കൊടുത്ത് അവർ അനുഭവിച്ച വേദന മാറുമോ? എന്നിട്ട് 2 ലക്ഷം രൂപ. ഇങ്ങനെയൊക്കെ ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യല്ലേ എന്ന് പറയാനേ എനിക്കിപ്പോൾ പറ്റുന്നുള്ളൂ. ഓക്കെ.